ഭഗവത്ഗീത വിചാരത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗം ആണ് നമ്മൾ ഇതിൽ വിചാരം ചെയ്യുന്നത്. 2-ാം അധ്യായം ഭഗവത്ഗീതയുടെ തന്നെ ഒരു സംക്ഷിപ്ത രൂപമാണ്. ഭഗവത്ഗീതയിലെ 3-ാമത്തെ അധ്യായം മുതൽ 18-ാമത്തെ അധ്യായം വരെ ഈ 2-ാം അധ്യായത്തിലെ കാര്യങ്ങൾ തന്നെയാണ് വിശദമാക്കിയിരിക്കുന്നത്. 1-ാം അധ്യായത്തിൽ വിഷാദമൂകനായ ധർമ്മമേത് അധർമ്മമേത് എന്ന് തിരിച്ചറിയാൻ കഴിവില്ലാതായിപ്പോയ അർജുനനെ നമ്മൾ കണ്ടു. ആ അർജുനൻ്റെ രൂപം വാക്കുകളിലൂടെ വർണ്ണിച്ചുകൊണ്ടാണ്, സഞ്ജയൻ്റെ വാക്കുകളിലൂടെ വർണ്ണിച്ചുകൊണ്ടാണ് ഭഗവത്ഗീത 2-ാം അധ്യായം സമാരംഭിക്കുന്നത്. തം തഥാ കൃപയാവിഷ്ടം അശ്രുപൂർണാകുലേക്ഷണം. കൃപ, കാരുണ്യം നിറഞ്ഞിരിക്കുന്നു അർജുനൻ്റെ ഉള്ളിൽ. അശ്രുധാര ഒഴുകുന്നു കണ്ണിൽ നിന്ന്. കാരുണ്യവും കൃപയും ശുഭവാസനകളാണ്. പക്ഷേ ഇവിടെ കാരുണ്യം, കൃപ രണ്ടും അസ്ഥാനത്താണ്. ഈ കാരുണ്യവും കൃപയും അർജുനനിൽ സ്വധർമ്മ നിർവഹണത്തിന് തടസ്സമുണ്ടാക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ അർജുനനെ ഉത്സാഹവാനാക്കാൻ, അർജുനനിൽ വീര്യം നിറയ്ക്കാനായിട്ട് സംസാരിച്ചു തുടങ്ങി. കുതസ്ത്വാകശ്മലമിതം വിഷമേ സമുപസ്ഥിതം അനാര്യജുഷ്ടമസ്വർഗ്യം അകീർത്തികരം അർജുന. അർജുന, നിനക്ക് എന്തു പറ്റി? ഇത് ആര്യന്മാർക്ക്, ശ്രേഷ്ഠന്മാർക്ക് ചേർന്നതല്ല. ഇത് നിന്റെ സൽകീർത്തിയെ നശിപ്പിക്കുന്നതാണ്. ഇത് നിന്റെ ശ്രേയസ്സിന് ഉതക്കില്ല ഈ തീരുമാനം. ക്ലൈബ്യം മാസ്മഗമപാർത്ഥ നൈതത്വയുപപദ്യതേ ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്വാ ഉത്തിഷ്ഠ. ഇത് സ്ത്രീയുടെ മൃദുലതയുമല്ല, പുരുഷൻ്റെ പൗരുഷവുമല്ല. ഇത് നപുംസകത്വമാണ്. നിന്റെ ഈ ദൗർബല്യം ഉപേക്ഷിക്കൂ, എഴുന്നേൽക്കൂ. കഠോപനിഷത്തിലെ മന്ത്രമാണ് ഇവിടെ പ്രതിധ്വനിക്കുന്നത്. വിവേകാനന്ദ സ്വാമികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ശ്ലോകമാണിത്. വിവേകാനന്ദ സ്വാമികൾ പറയും, ഈ ഒരൊറ്റ ശ്ലോകം ലോകം മുഴുവനും ഒന്ന് പ്രചരിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് ലോകത്തിൽ കാണുന്ന എല്ലാ അസ്വസ്ഥതകളും മാറിപ്പോകും. ഭഗവാന്റെ വാക്കുകൾ കേട്ടിട്ട് അർജുനൻ മറുപടി പറയാൻ തുടങ്ങി. മനോഭാവത്തിൽ വലിയ മാറ്റമൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് പറയും, വന്ദിക്കേണ്ടവരായ ഈ ഗുരുക്കന്മാരെ കൊന്നിട്ട് എന്ത് സുഖമാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്? രക്തം പുരണ്ട ഭോഗങ്ങളാണ് ഞങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത്. എനിക്കറിയില്ല കൃഷ്ണ, അജ്ഞാനം കൊണ്ട് എൻ്റെ ഉള്ള് കലങ്ങിയിരിക്കുകയാണ്. ശരിയേത് തെറ്റേത് ധർമ്മമേത് അധർമ്മമേത് എനിക്കറിയില്ല. ഞാൻ അവിടുത്തെ ശിഷ്യനാണ്, എന്നെ ഉപദേശിക്കൂ. നോക്കൂ, വിനയാന്വിതനായിട്ട് എപ്പോഴാണോ ഒരു ശിഷ്യൻ ഗുരുവിനെ സമീപിക്കുന്നത്, അപ്പോൾ ഗുരു അവന് വിദ്യ പകർന്നു കൊടുക്കും. 2-ാമത്തെ അധ്യായത്തിൽ 11-ാമത്തെ ശ്ലോകം മുതൽ ഗീതോപദേശം ആരംഭിക്കുകയാണ്. ഭഗവാൻ അറിയാം, അർജുനൻ വിഷാദത്തിന് അടിമപ്പെട്ടിരിക്കുകയാണ്. അവൻ ദുഃഖിതനാണ്. ഈ ദുഃഖത്തിൻ്റെ കാരണം അജ്ഞാനമാണ്, അറിവില്ലായ്മയാണ്. ആത്മസ്വരൂപത്തെ അറിയാത്തത് കൊണ്ടാണ് അവൻ ദുഃഖിക്കുന്നത്. അതുകൊണ്ട് ആത്മതത്വ ഉപദേശം നൽകുകയാണ് ഭഗവാൻ. അശോച്യാനന്യശോചസ്ത്വം പ്രജ്ഞാവാദാംശ ഭാഷസേ ഗതാസൂന ഗതാസൂം ച നാനുശോചന്തി പണ്ഡിതാഹ. അർജുന,
നീ ദുഃഖിക്കേണ്ടാത്തവരെ കുറിച്ചാണ് ദുഃഖിക്കുന്നത്. എന്നിട്ട് നീ പണ്ഡിതന്മാരെ പോലെയുള്ള വാക്കുകളും പറയുന്നു. അറിവുള്ളവർ ഒരിക്കലും ജീവിച്ചിരിക്കുന്നവരെക്കുറിച്ചോ ദുഃഖിക്കില്ല, മരിച്ചുപോയവരെക്കുറിച്ചോ ദുഃഖിക്കില്ല. സ്വജനങ്ങളെ കൊല്ലേണ്ടി വരുമല്ലോ എന്ന് കരുതിയാണല്ലോ അർജുന നീ ദുഃഖിക്കുന്നത്. ഞാനോ നീയോ ഈ രാജാക്കന്മാരോ ഒരിക്കലും ഇല്ലാതിരുന്നിട്ടില്ല, ഇല്ലാതാവുകയുമില്ല. ഈ ശരീരത്തിൽ എങ്ങനെയാണ് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം ഈ അവസ്ഥകൾ മാറി മാറി വരുന്നത്, അതുപോലെ തന്നെ ഒരു അവസ്ഥാ മാറ്റമാണ് മരണം. എപ്രകാരമാണോ മനുഷ്യൻ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയ വസ്ത്രങ്ങൾ സ്വീകരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഒരു ജീവൻ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ ശരീരം സ്വീകരിക്കുന്നത്. പുതിയ ശരീരം സ്വീകരിക്കുന്നത് ജനനം, പഴയ ശരീരം ഉപേക്ഷിക്കുന്നത് മരണം. ആത്മാ മരിക്കുന്നുമില്ല, ജനിക്കുന്നുമില്ല. ഇതറിയോ? അർജുനന് ഒന്നും മനസ്സിലായില്ല. നമ്മുടെയൊക്കെ പ്രതിനിധിയാണ് അർജുനൻ. അതുകൊണ്ട് ഈ ആത്മസ്വരൂപത്തെക്കുറിച്ച് അറിയാൻ അർജുനന് അപ്പോൾ അധികാരം കിട്ടിയിട്ടില്ല. ആ ജീവൻ അപ്പോൾ അധികാരി ആയിട്ടില്ല. ഇത് ഭഗവാൻ അറിയാം. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, ആത്മാ ജനിക്കുകയും മരിക്കുകയും ചെയ്യും എന്ന് നീ കരുതുന്നുണ്ടോ? എങ്കിൽ ജാതസ്യ ഹി ധ്രുവോ മൃത്യു, ജനിച്ചവന് മരണം നിശ്ചയം. ഏതോ അവ്യക്തതയിൽ നിന്ന് നമ്മളെല്ലാവരും ഇവിടെ വരുന്നു, ഏതോ അവ്യക്തതയിലേക്ക് മറയുന്നു. അതിനിടയിൽ കുറച്ച് സമയം മാത്രം വ്യക്തമായി കാണുന്നു എന്ന് തോന്നൽ. ജനിച്ചവൻ മരിക്കും എന്ന് നിശ്ചയമാണെങ്കിൽ ഒരു പരിഹാരവും ഇല്ലാത്ത ആ കാര്യത്തിൽ എന്തിനാണ് അർജുന നീ ദുഃഖിക്കുന്നത്? ഇനി നിന്റെ സ്വധർമ്മത്തെക്കുറിച്ച് ആലോചിക്കൂ. നീ ക്ഷത്രിയനല്ലേ? നിന്റെ ധർമ്മം രാജ്യത്തെ രക്ഷിക്കുക എന്നതല്ലേ? അധർമ്മികളിൽ നിന്നും ദുരാചാരികളിൽ നിന്നും പ്രജകളെ രക്ഷിക്കുക എന്നതല്ലേ? ഇപ്പോൾ ഭാഗ്യവശാൽ നിനക്ക് യുദ്ധം ചെയ്യാനുള്ളൊരു അവസരം കിട്ടിയിരിക്കുന്നു, നിന്റെ ധർമ്മം ചെയ്യാനൊരു അവസരം കിട്ടിയിരിക്കുന്നു. നീ നിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കൂ. ഇവിടെ ഭഗവാൻ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് അർജുനനെ. അർജുന, മരിക്കുകയാണെങ്കിൽ നിനക്ക് വീരസ്വർഗം കിട്ടും, ജയിക്കുകയാണെങ്കിൽ നിനക്ക് ഈ രാജ്യഭോഗങ്ങളെല്ലാം അനുഭവിക്കാം. അതുകൊണ്ട് എഴുന്നേൽക്കൂ, എഴുന്നേൽക്കൂ, യുദ്ധം ചെയ്യൂ, യുദ്ധം ചെയ്യൂ, യുദ്ധത്തിനായിട്ട് എഴുന്നേൽക്കൂ. അർജുനനെ നിമിത്തമാക്കിക്കൊണ്ട് നമ്മളോട് ഓരോരുത്തരോടും ജീവിത ആയോധനത്തിനായിട്ട് പ്രചോദനം നൽകുകയാണ് ഭഗവാൻ. അതിനുശേഷം കർമ്മത്തെ കർമ്മയോഗമാക്കുന്ന കലയാണ് അർജുനന് പറഞ്ഞു കൊടുക്കുന്നത്. കർമ്മത്തിൻ്റെ മർമ്മം, കർമ്മത്തിൻ്റെ രഹസ്യം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന മാ കർമ്മഫലഹേതുർഭൂ മാതേ സങ്കോസ്ത കർമ്മണി. അർജുന, നിനക്ക് കർമ്മം ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ, കർമ്മഫലത്തിൽ അധികാരമില്ല. എന്തുകൊണ്ടെന്നാൽ കർമ്മം ചെയ്യുന്നത് വർത്തമാനകാലത്തിലാണ്, കർമ്മഫലം കിട്ടുന്നത് ഭാവി കാലത്തിലാണ്. ഭാവി നിന്റെ നിയന്ത്രണത്തിലല്ല. ഭാവിയെ നിശ്ചയിക്കുന്നത് ഒരുപാട് ഘടകങ്ങളാണ്. അതുകൊണ്ട് കർമ്മം ചെയ്യുക, കർമ്മഫലത്തെക്കുറിച്ച് ആലോചിക്കാതിരിക്കുക. കർമ്മവാസനകളെ ക്ഷയിപ്പിക്കാനാണ് നീ കർമ്മം ചെയ്യുന്നതെന്ന് അറിയുക. കർമ്മം ചെയ്യാതിരിക്കുകയും അരുത്. എഴുത്തച്ഛൻ രാമായണത്തിൽ ലളിതമായിട്ടുള്ള മലയാള ഭാഷയിൽ ഇത് പറഞ്ഞു തന്നിട്ടുണ്ട്. കർമ്മങ്ങൾ സംഘങ്ങൾ ഒന്നിലും കൂടാതെ, കർമ്മഫലങ്ങളിൽ കാംക്ഷയും കൂടാതെ, കർമ്മങ്ങളെല്ലാം വിധിച്ച വണ്ണം പരബ്രഹ്മണി നിത്യേ സമർപ്പിച്ചു ചെയ്യണം. ഈ ഉപദേശത്തിനു ശേഷം ഭഗവാൻ മനസ്സിൻ്റെ സമനില
അത് നിലനിർത്തിക്കൊണ്ട് എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഫലം അനുകൂലമാവട്ടെ, ഫലം പ്രതികൂലമാവട്ടെ, ഒരുപോലെ മനസ്സിനെ നിലനിർത്താൻ പരിശീലിക്കണം. കാരണം വൈരുദ്ധ്യാത്മകമാണ് ഈ പ്രപഞ്ചം. ഇവിടെ ജയമുണ്ട്, പരാജയമുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്, സുഖമുണ്ട്, ദുഃഖമുണ്ട്. ഒന്നിലും പരാതിപ്പെടാതെ അഗമാപായിനോ അനിത്യഹ, ഇത് വരും പോകും വരും പോകും എന്ന് തിരിച്ചറിഞ്ഞ് സിദ്ധസിദ്ധ്യോ സമോ ഭൂത്വ, ലഭിച്ചതിലും ലഭിക്കാത്തതിലും ഒരുപോലെ മനസ്സിനെ നിലനിർത്തിക്കൊണ്ട് മനസ്സിൻ്റെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ കഴിയുമ്പോഴാണ് ഒരുവന് ശാന്തി ഉണ്ടാകുന്നത്. ഇതിന് കർമ്മം ചെയ്യുമ്പോൾ താൻ ഈശ്വരൻ്റെ കയ്യിലെ ഒരു ഉപകരണം മാത്രമാണ് എന്ന ഭാവനയോടെ കർമ്മം ചെയ്യണം. അപ്പോൾ ഫലത്തിനോട് യാതൊരു ഒട്ടലുമില്ലാതെ കർമ്മം ചെയ്യാനാകും. ഇങ്ങനെ പ്രസാദരൂപത്തിൽ ഭഗവാൻ തരുന്ന ഫലങ്ങൾ, കർമ്മത്തിൻ്റെ ഫലങ്ങൾ സ്വീകരിക്കാൻ കെൽപ്പുള്ളവനാണ് ലോകത്തിൽ ശാന്തി അനുഭവിക്കുന്നത്, സ്വസ്ഥത അനുഭവിക്കുന്നത്. അന്ധക്കരണം ശുദ്ധമായിട്ട് അവൻ്റെ ഉള്ളിൽ അറിവ് പ്രകാശിക്കും. ആ അറിവാണ് ജീവൻ്റെ സ്വരൂപം, ആത്മസ്വരൂപം. ഇത് കേട്ടപ്പോൾ അർജുനൻ്റെ ഉള്ളിൽ ഒരു സംശയം ഉണ്ടായി. കൃഷ്ണ, ഇതുപോലെയൊക്കെയുള്ള ആളുകൾ ഈ ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാകുമോ? എവിടെയെങ്കിലും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ലോകകാര്യങ്ങളിൽ ഇടപെടുന്നത്? ഭഗവാൻ പറഞ്ഞു, സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണം, പ്രജ്ഞയെ സ്ഥിരമാക്കി വയ്ക്കുന്നവൻ്റെ ലക്ഷണം, സ്ഥിതപ്രജ്ഞനാകാനുള്ള ഉപായങ്ങൾ, ഇതൊക്കെ ഞാൻ നിനക്ക് പറഞ്ഞുതരാം അർജുന. സ്വന്തം സുഖത്തിനു വേണ്ടി ഒരിക്കലും പുറമേയുള്ള ഓരോ വസ്തുക്കളെയോ വ്യക്തികളെയോ ആശ്രയിക്കാതെ അവനവൻ്റെ സുഖം അവനവൻ്റെ ഉള്ളിൽ തന്നെയാണ് എന്ന് തിരിച്ചറിയുന്നവനാണ് സ്ഥിതപ്രജ്ഞൻ. ദുഃഖേഷു അനുദുഃഖിന മനഃ സുഖേഷു വിഗതസ്പൃഹ വീതരാഗ ഭയക്രോധ സ്ഥിതധീ. ദുഃഖത്തിൽ കുലുങ്ങില്ല, തളരില്ല, അവൻ തോൽക്കില്ല. സന്തോഷം വരുമ്പോൾ മതിമറന്ന് അഹങ്കരിക്കുകയുമില്ല. അവൻ കാമക്രോധങ്ങളെ ജയിച്ചവനാണ്. കാമം, ക്രോധം, ലോഭം, മോഹം, മദം, മാത്സര്യം, ഈ 6 പേരാണ് ഒരാളുടെ ശത്രുക്കൾ. അതിൽ കാമവും ക്രോധവും ഏറ്റവും പ്രബലരായ ശത്രുക്കളാണ്. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി, അതിൻ്റെ പുറകിൽ മനസ്സ്, ഇത് ഈ ലോകത്തിലെ എല്ലാ വിഷയങ്ങളുമായിട്ട് എപ്പോഴും സമ്പർക്കം പുലർത്തിക്കൊണ്ടിരിക്കും. സുഖം തരുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും വേണം എന്ന് ആഗ്രഹിക്കും. അതാണ് കാമം. ആഗ്രഹിച്ച വസ്തുക്കൾ കിട്ടിക്കഴിയുമ്പോൾ വീണ്ടും അതനുഭവിക്കണമെന്ന മോഹം വരും. കാമം തടയപ്പെടുമ്പോൾ, ആഗ്രഹം തടയപ്പെടുമ്പോൾ അത് ക്രോധമാകും. ക്രോധം ഉണ്ടായാൽ അവിവേകം, അവിവേകം ഉണ്ടായാൽ ബുദ്ധിനാശം, ബുദ്ധിനാശം ഉണ്ടായാൽ സർവനാശം. ഭഗവാൻ ഒരുവൻ്റെ അധപ്പതനത്തിൻ്റെ ക്രമം അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. സ്ഥിതപ്രജ്ഞനായിട്ടുള്ള ഒരുവൻ ഇന്ദ്രിയങ്ങളെ തൻ്റെ നിയന്ത്രണത്തിൽ നിർത്തും. എപ്രകാരമാണ് ആമ അതിൻ്റെ അവയവങ്ങളെ പ്രതികൂലമായ സാഹചര്യങ്ങൾ കാണുമ്പോൾ ഉള്ളിലേക്ക് വലിക്കുന്നത്, അതുപോലെ സ്ഥിതപ്രജ്ഞൻ അവനവൻ്റെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും നിയന്ത്രണത്തിൽ നിർത്തും. അവൻ ഒരിക്കലും ഇന്ദ്രിയങ്ങളുടെയോ മനസ്സിൻ്റെയോ അടിമയാവുകയില്ല, അവയുടെ ഉടമയായിരിക്കും. അങ്ങനെയുള്ളവൻ്റെ ഉള്ളിൽ എന്നും ശാന്തി കളിയാടും, സ്വസ്ഥത കളിയാടും. അവന് മാത്രം
മാത്രമുള്ളതാണ് ശാന്തി. ഇതിനെയാണ് ബ്രാഹ്മി സ്ഥിതി, ബ്രഹ്മനിഷ്ഠ, ആത്മനിഷ്ഠ എന്നൊക്കെ പറയുന്നത്. അവസാന കാലത്തെങ്കിലും ഈ ഒരു സ്ഥിതിയിലെത്താൻ ഓരോരുത്തരും ശ്രമിക്കേണ്ടതാണ് എന്ന ഒരു ഉപദേശത്തോടെയാണ് ഭഗവാൻ ഈ അധ്യായം ഉപസംഹരിക്കുന്നത്. ഓർമ്മിക്കുക, ഒരു ജീവൻ്റെ പരമമായ ലക്ഷ്യം ഈ സ്ഥിതിയിലെത്തുക എന്നുള്ളതാണ്. നമ്മൾ ആരും ഇവിടെ ദുഃഖിക്കാനോ ക്ലേശിക്കാനോ വന്നവരല്ല. ദുഃഖം ഒന്നിനും ഒരു പ്രതിവിധിയല്ല. ദുഃഖം നമ്മുടെ സ്വധർമ്മ നിർവഹണത്തിന് തടസ്സമുണ്ടാക്കും. നമ്മളൊക്കെ ആനന്ദ സ്വരൂപികളാണ്. നമ്മുടെ സ്വരൂപം ശാന്തിയാണ്. അതിനെ തിരിച്ചറിയുക, അതിനെ തിരിച്ചറിയാൻ വേണ്ടി യത്നിക്കുക. ഈ ജീവിതം എന്ന് പറയുന്നത് നശ്വരമാണ്. കുറച്ച് നേരത്തേക്ക് ഈ നശ്വരമായ ജീവിതത്തിൽ, ഈ നശ്വരമായ ശരീരത്തിലിരുന്നുകൊണ്ട് ആ ശാന്തിയെ പുണരണം. അതിനുവേണ്ടി നമുക്ക് ഭഗവാന്റെ ഉപദേശങ്ങൾ തുടർന്നും കേൾക്കാം. ഇവിടെ ശ്രീമദ് ഭഗവത്ഗീതയിലെ 2-ാം അധ്യായമായ സാഖ്യയോഗം ഉപസംഹരിക്കുന്നു.